നമസ്കാരം, തേടേ ന്യൂസിലേക്ക് സ്വാഗതം. ഡൽഹി ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്താനുള്ള സ്ഫോടക വസ്തുക്കൾ കൂട്ടിയോജിപ്പിച്ചത് ചെങ്കോട്ടയ്ക്ക് സമീപത്തെ പൊതു പാർക്കിംഗ് സ്ഥലത്ത് വെച്ചായിരുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ഇതിനായി ചിലവഴിച്ചത് 3 മണിക്കൂറാണ്. ഡൽഹി സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നത്. ചെങ്കോട്ടയ്ക്ക് സമീപത്തെ പൊതു പാർക്കിംഗ് സ്ഥലത്ത് വെച്ചാണ് ഉമർ മുഹമ്മദ് സ്ഫോടക വസ്തുക്കൾ കൂട്ടിയോജിപ്പിച്ചത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. സ്ഫോടനത്തിന് മുൻപുള്ള ഉമറിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചപ്പോൾ ഉയർന്നുവന്ന ഒരു പ്രധാന ചോദ്യമെന്നത് സുൻഹേരി മസ്ജിദിന് സമീപമുള്ള പാർക്കിംഗിൽ എന്തിനാണ് 3 മണിക്കൂർ ചിലവഴിച്ചത് എന്നായിരുന്നു. തുടർന്നാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ വ്യക്തത വന്നിരിക്കുന്നത്. നവംബർ 10-ാം തീയതി ഉച്ചകഴിഞ്ഞ് 3:19 ഉമർ പാർക്കിംഗിലേക്ക് കാർ ഓടിച്ച് കയറ്റുന്നതും വൈകുന്നേരം 6:28 പുറത്തു പോകുന്നതുമൊക്കെ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഏകദേശം 6:52 ഈ സ്ഫോടനം നടക്കുന്നത്. പാർക്കിംഗിൽ ചിലവഴിച്ച സമയത്ത് ഒരു വട്ടം പോലും ഉമർ കാറിന് പുറത്തിറങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് വിവരങ്ങൾ. സ്ഫോടക വസ്തുക്കൾ കൂട്ടിയോജിപ്പിക്കാനാണ് ഉമർ പാർക്കിംഗ് സ്ഥലത്ത് 3 മണിക്കൂറോളം ചിലവഴിച്ചത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. അത് പൂർത്തിയായതിന് പിന്നാലെ ഉടൻ തന്നെ അയാൾ അവിടെ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്തു. രാവിലെ ഡൽഹിയിൽ എത്തിയതിന് പിന്നാലെ തന്റെ കൂട്ടാളികളുമായി ഉമർ സമ്പർക്കം പുലർത്തിയിരുന്നുവെന്നും കണ്ടെത്തിയിരിക്കുകയാണ്. ആക്രമണം എവിടെ നടത്തണം എന്ന് സംബന്ധിച്ച് ചർച്ചയായിരിക്കണം ഇവർ തമ്മിൽ നടത്തിയതെന്നും അന്വേഷണ സംഘം ഇപ്പോൾ സംശയിക്കുകയാണ്. അതുമാത്രമല്ല, ഓൾഡ് ഡൽഹിയിലേക്ക് കടക്കുന്നതിന് മുൻപ് മയൂർ വിഹാറിലൂടെയും കോണോട്ട് പ്ലസിലൂടെയും ഒക്കെ ഉമർ സഞ്ചരിച്ചിരുന്നു എന്നും പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് ആക്രമണത്തിന് ചെങ്കോട്ടയുടെ സമീപത്തെ പാർക്കിംഗ് സ്ഥലം തിരഞ്ഞെടുത്തത്. ചെങ്കോട്ടയുടെ ചരിത്രപരമായ പ്രാധാന്യം അവിടെ ആക്രമണം നടത്താൻ തിരഞ്ഞെടുക്കുന്നതിൽ കാരണമായി മാറിയെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. എന്നാൽ തിങ്കളാഴ്ച ചെങ്കോട്ടയിൽ സന്ദർശകർക്ക് പ്രവേശനമില്ല എന്ന കാര്യം ഉമറിനും അയാളെ നിയന്ത്രിച്ചിരുന്നവർക്കും ധാരണയില്ലായിരുന്നു. പാർക്കിംഗ് സ്ഥലവും ഏറെക്കുറെ വിജനമായിരുന്നു. ഇതോടെ പാർക്കിംഗ് സ്ഥലത്ത് സ്ഫോടനം നടത്താനുള്ള പദ്ധതി ഉപേക്ഷിച്ചു. പിന്നീടാണ് തിരക്കേറിയ സുഭാഷ് മാർഗിൽ സ്ഫോടനം നടത്താൻ ഉമറും സംഘവും തീരുമാനിച്ചത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, തേടേ ന്യൂസ്.